ബാലസംസ്കൃതിയുടെ ഭാരവാഹികളെ, ശ്രോതാക്കളായി വന്നിട്ടുള്ള വിജ്ഞാന കുതികളെ, ഗുരുജനങ്ങളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ പഴക്കമുള്ള ഒരു വിഷയമാണ് ആസക്തി എന്നുള്ളത്. ഇന്നാണ് നമുക്കിത് ഏറ്റവും വലിയ ഒരു വിപത്തായി സമൂഹത്തിൽ വ്യാപിച്ചു കാണുന്നത്. മുൻപുണ്ട് ആസക്തി, മുൻപുണ്ട് ആസക്തി എന്ന് പറഞ്ഞപ്പോൾ മദ്യപാന ആസക്തിയുള്ള ധാരാളം ആളുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നു. പുകവലി മാറ്റാൻ പറ്റാത്തവർ, പിന്നെ ചായ, കാപ്പി ഇങ്ങനെയുള്ളത് നേരത്തിന് കിട്ടിയില്ലെങ്കിൽ തലവേദന വരുന്ന ആളുകൾ, കൈവിറയ്ക്കുന്ന ആളുകൾ, ചില കിട്ടിയില്ലെങ്കിൽ, പാനീയങ്ങൾ കിട്ടിയില്ലെങ്കിൽ ചീട്ടുകളി, പല വിധത്തിലുള്ള ആസക്തികൾ പണ്ടുമുണ്ട്. ഇന്ന് ഈ ആസക്തി കുറെ കൂടെ വ്യാപകമായി. മുൻപ് ഇത് അധികവും പുരുഷന്മാരിലായിരുന്നു. ഇന്ന് ഇത് സ്ത്രീകളിലേക്കും കുട്ടികളിലേക്കും കൂടെ വ്യാപിച്ചു. മൊബൈൽ ഫോണിന്റെ ഉപയോഗം നിയന്ത്രിക്കുവാൻ ശ്രമിച്ച മാതാപിതാക്കന്മാർക്കുണ്ടായ അതികഠിനമായ അനുഭവങ്ങളെ കുറിച്ച് നമ്മൾ അടുത്ത ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിക്കേണ്ടത്. അത് നിയന്ത്രിച്ച മാതാപിതാക്കളുടെ കുട്ടികൾ 2-3 പേരൊക്കെ ആത്മഹത്യ ചെയ്ത സംഭവം വരെ നമ്മുടെ മനസാക്ഷിയെ കിടിലം കൊള്ളിക്കുകയാണ് വാസ്തവത്തിൽ. അപ്പോ ആസക്തി തന്നെയാണത്. ആസക്തി കൊണ്ടാണ് അത്. വേണ്ട എന്ന് പറയുമ്പോഴേ പോയി ആത്മഹത്യ ചെയ്യുക, അക്രമാസക്തമായി തീരുക, ഇതൊക്കെ എത്ര അപകടകരമായിട്ടുള്ള അവസ്ഥയാണ്. ചില സീരിയലുകൾ കാണാതിരിക്കാൻ വയ്യ. പിന്നെ ഓൺലൈനായിട്ടുള്ള കളികൾ ഒഴിവാക്കാൻ പറ്റാതിരിക്കുക. ഇതൊക്കെ ആസക്തികളാണ്. അതിൽ സക്തമായിരിക്കുകയാണ് മനസ്സ്, അതിൽ തന്നെ മുഴുകിയിരിക്കുക. ഊണിലും ഉറക്കത്തിലും ചിന്ത അത് തന്നെ. ഇങ്ങനെ ആസക്തി സർവവ്യാപകമായ വിധത്തിൽ വന്നിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ആസക്തിയെക്കുറിച്ച് ഋഗ്വേദം എന്ത് പറയുന്നു എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ആദ്യം ഇതിലെ മന്ത്രങ്ങളുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. ഒരു 13 മന്ത്രങ്ങളുണ്ട് അതിൽ. അവയുടെ അർത്ഥം നമുക്കൊന്ന് നോക്കാം. എന്നിട്ട് അതിനെക്കുറിച്ച് നമുക്ക് വിശകലനം ചെയ്ത് നോക്കാം, എന്താണ് ഇതിൻ്റെ സാരം എന്ന്. അത്ര വിശകലനം ചെയ്യാൻ വലിയ ക്ലേശമുള്ള കാര്യങ്ങളൊന്നുമല്ല. അപ്പൊ നമുക്ക് നമ്മുടെ സമയ പരിധിയിൽ നിന്നുകൊണ്ട് ഋഗ്വേദം ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതില് കവശൻ എന്ന് പറയുന്ന ഒരു മുനിയാണ് ഇത് പറഞ്ഞത്, ഋഷിയാണ് ഇതിന്റെ ദ്രഷ്ടാവ്. നമുക്കറിയാം ഋഗ്വേദത്തിലെ മന്ത്രങ്ങൾക്കൊക്കെ, വേദമന്ത്രങ്ങൾക്ക് ദ്രഷ്ടാക്കളാണ്. അവർ രചിച്ചു എന്നല്ല നമ്മൾ പറയുന്നത്, അവര് ദർശിക്കുകയാണ്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇത്രയും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഋഷിമാർക്ക് ഈ വിപത്തിനെ ഇങ്ങനെ കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ആധുനിക മനഃശാസ്ത്രത്തിന് പോലും ഈ വിഷയത്തെക്കുറിച്ച് ഋഗ്വേദം ഇത്രയും കാലം മുൻപ് പറഞ്ഞിട്ടുള്ളതിലപ്പുറം പറയാൻ ഉണ്ടാകില്ല എന്നാണ്. ശരി, നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ മന്ത്രത്തിൽ ഇങ്ങനെ പറയുന്നു: പ്രാവേപാമാ ബൃഹദോ മാദയന്തി പ്രവാതേജായിരണേ വർവൃതാനാഹ സോമസ്യേവ മൗജവദസ്യ ഭക്ഷോ വിഭീതഗോ ജാഗൃവിർമഹ്യമച്ഛാൻ. ഇതിന്റെ അർത്ഥം എന്താണ്? ഈ താഴ്ന്ന പ്രദേശത്തുണ്ടായിട്ടുള്ള താന്നിമരം, ഈ താന്നിമരത്തിന്റെ കുരുക്കൾ കൊണ്ടാണ് അത്രേ ഈ അക്ഷക്രീഡയുടെ, ഇവിടെ പറയുന്നത് ഒരു ചൂതാട്ടക്കാരന്റെ ആസക്തിയെ ആധാരമാക്കിയിട്ടാണ് പറയുന്നത്. ഇയാൾക്ക് ചൂതാട്ടത്തിൽ നിന്ന്, ചൂതുകളിയിൽ നിന്ന് മാറാൻ പറ്റുന്നില്ല. അപ്പോ അയാൾ പറയും, അയാൾ തന്നെ ആദ്യത്തെ ഭാഗം അയാൾ തന്നെ പറയുന്നതാണ്, തൻ്റെ അനുഭവങ്ങൾ അയാൾ പറയാം. അപ്പോ താഴ്ന്ന ദേശത്തുണ്ടായ താന്നിമരത്തിന്റെ കുരുക്കൾ കൊണ്ടുള്ള ഈ കരുക്കൾ എന്നെ വല്ലാതെ ആകർഷിക്കുന്നു, എന്നെ അടിമപ്പെടുത്തുന്നു. ഇത് ഏറ്റവും ശക്തി കൂടിയ സോമലതയിൽ നിന്നെടുത്ത സോമം, അത് പാനം ചെയ്യുന്നവരെ
എപ്രകാരം കീഴ്പ്പെടുത്തുന്നുവോ അതുപോലെ ഈ കരുക്കൾ എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ സോമം കൂടുതലായിട്ട് കഴിക്കുന്നവര്, അപ്പൊ സോമം എന്ന് പറയുമ്പോൾ യാഗത്തിലെ സോമപാനം എന്നർത്ഥം എടുക്കരുത്. സോമലത കൊണ്ട് മദ്യം ഉണ്ടാക്കി ആളുകൾ പണ്ട് കഴിച്ചിട്ടുണ്ട്. അതും വേദത്തിൽ തന്നെ പറയുന്നുണ്ട്. സോമം മന്യതേ പപിവാൻ യത് സംപിംഷന്ത്യോഷധിം സോമം വൈ ബ്രാഹ്മണ വിദുഹു ന തസ്യ സ്നാതി കശ്ചന എന്ന് വേദമെടുത്ത് പറയുന്നുണ്ട്. അതായത് യാഗങ്ങളിൽ സോമപാനമുണ്ട്, അതതിന്റെ വിധി അനുസരിച്ചിട്ടുള്ള സോമപാനമാണ്. പക്ഷേ സോമലതയിൽ നിന്ന് മദ്യമെടുത്ത് കുടിച്ച ആൾ പറയുന്നു, കേൾക്കണില്ലല്ലോ. അതെന്തോ പെട്ടെന്ന് നെറ്റിന് എന്തോ തകരാറ് വന്നതാണ്. ഇപ്പൊ കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഇപ്പൊ കേൾക്കുന്നില്ലേ? അപ്പോ അങ്ങനെ ആ വിധം എന്തോ നെറ്റ് എന്തോ പെട്ടെന്ന് ഒരു ഇന്ററപ്ഷൻ വന്നു, അതാണ്. അപ്പോ ഈ വിധത്തിൽ തന്നെ അടിമപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സോമം എന്ന് പറയുന്നത് യാഗത്തിലെ സോമം മറ്റൊന്നാണ്, സോമപാനം എന്ന് പറയുന്നത്. അതാണ് സോമം മന്യതേ പവിവാൻ. സോമലതയിൽ നിന്ന് എന്താണ് അതിന്റെ നീരെടുത്ത് അതിനെ പാനം ചെയ്ത ആൾ പറയുന്നു താൻ സോമപാനം ചെയ്തിരിക്കുന്നു എന്ന്. അത് വ്യത്യസ്തമാണെന്നാണ് അതിന്റെ അർത്ഥം. സോമം വൈ ബ്രാഹ്മണ വിദുഹു. ബ്രാഹ്മണം ബ്രഹ്മണം ചെയ്യാൻ അറിയുന്ന ആളുകൾ, യാഗത്തിന്റെ വിധികളെ ബൃഹത്തായി വ്യാഖ്യാനിക്കാനും അനുഷ്ഠിക്കാനും അറിയുന്ന ആളുകൾ, അവരാണ് യഥാർത്ഥത്തിൽ സോമപാനം ചെയ്യുന്നത്. ന തസ്യ അശ്നാദി കശ്ചന. ആ വിധിയിലൂടെ അല്ലാതെ ഒരാൾക്കും സോമപാനം സാധ്യമല്ല എന്നാണ് ശരിയായ സോമപാനത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നെ ഇങ്ങനെ ഈ ചൂതാട്ടത്തിന്റെ കരുക്കൾ വല്ലാതെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് തന്റെ അവസ്ഥ എന്താണ്? നമാമി മേധ ന ജിഹീളയേഷ ശിവാസഖിഭ്യ ഉദമഹ്യമാസീത് അക്ഷസ്യാഹമേകപരസ്യ ഹേതോഃ അനുവ്രതാം അപജായാമരോധം. ഇദ്ദേഹം ഇങ്ങനെ ചൂതാട്ടത്തിന് അടിമപ്പെട്ടു പോയ സമയത്ത് നമാമി മേധ ന ജിഹീള ജായ, എന്റെ പത്നി, അദ്ദേഹത്തിന്റെ പത്നി അയാളെ ഒരിക്കലും കളിയാക്കിയില്ല, ഒരിക്കലും അയാളെ ലജ്ജിപ്പിച്ചില്ല. തന്നോടും തൻ്റെ കൂട്ടുകാരോടും, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാണ്? സാധാരണ കൂട്ടുകാരാരാണ്? ഇതുപോലെ ചൂതാട്ടക്കാരായിട്ടുള്ള ആളുകൾ. ആ ചൂതാട്ടക്കാരുടെ കൂട്ടത്തിൽ കൂടിയിട്ടാണ് ഇയാളും ചൂതാട്ടക്കാരനായിട്ടുണ്ടാവുക. പക്ഷേ എന്നോടും എൻ്റെ സുഹൃത്തുക്കളോടും അവൾ എപ്പോഴും തന്നെ മംഗളകാരിണിയായി മാത്രം കാണപ്പെട്ടു. ഒരിക്കലും അവൾ എന്നെയോ എൻ്റെ സുഹൃത്തുക്കളെയോ കൂട്ടുകാരെയോ നാണം കെടുത്തിയില്ല. എന്നിട്ടോ അത്രയും നല്ല ഒരു പത്നിയെ ഈ ചൂതാട്ടത്തിന് വേണ്ടി ഞാൻ എന്താക്കി തീർത്തു? ഞാൻ നിസ്വയാക്കി തീർത്തു, യാതൊന്നുമില്ലാത്തവളാക്കി തീർത്തു. കുടുംബത്തിന്റെ സ്വത്ത് മുഴുവൻ ചൂതാട്ടത്തിലൂടെ നശിപ്പിച്ച ആളാണ്. എന്നിട്ടും അയാളുടെ ഭാര്യ അയാളെ നിന്ദിച്ചില്ല അത്രേ. നോക്കൂ, എത്ര നല്ലൊരു ഭാര്യയാണ് നോക്ക്. ഇനി സാധാരണ ചൂതാട്ടക്കാരന്റെ സ്ഥിതി എന്താണ്? തനിക്ക് ആ സ്ഥിതി വന്നിട്ടില്ല. കാരണം എന്താണ്? തന്റെ പത്നി തന്നോട് നല്ലവളായിട്ട് തന്നെ മംഗളകാരിണിയായി മാത്രം പെരുമാറുന്നു. അപ്പോ മറ്റുള്ളവരുടെ സ്ഥിതി എന്താണ് എന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണ്. സാധാരണ ഒരു ചൂതാട്ടക്കാരന് കിട്ടാവുന്ന അവസ്ഥ എന്താണ് എന്ന് പറഞ്ഞു നോക്കണം. ദ്വേഷ്ടി ശുശ്രൂഹു അപജായാരുണദ്ധി നാദിതോ വിന്ദതേ മർദ്ദിതാരം അശ്വസ്യേവ ജരദോ വസ്നസ്യ നാഹം വിന്ദാമി കിതവസ്യ ഭോഗം. സാധാരണയായിട്ട് ചൂതാട്ടക്കാരനെ ദ്വേഷ്ടി ശ്വശ്രൂഹു,
ശ്വശ്രു എന്ന് പറഞ്ഞ ആരാണ്? അമ്മായിയമ്മ. അവന്റെ അമ്മായിയമ്മ പോലും, ഭാര്യ മാത്രമല്ല അമ്മായിയമ്മ പോലും അവനെ ദ്വേഷിക്കും. ജായാരുണന്തി, അവന്റെ ജായ, അവന്റെ പത്നി, ജായ എന്ന് പറഞ്ഞ പത്നി എന്നാണ് അർത്ഥം. അവന്റെ പത്നി അവനെ എന്താണ്? രുണന്തി, രോധിക്കും, തടയും. ഇനി നിങ്ങൾ ഈ വീട്ടിലേക്ക് വരണ്ട, ഈ കുടുംബത്തിലേക്ക്, വീട്ടിലേക്ക് നിങ്ങൾ കയറണ്ട എന്ന് ഭാര്യമാർ ചൂതാട്ടക്കാരോട് പറയും. കാരണം എന്താണ്? വരുന്നത് എന്തിനാണ്? അവിടെയുള്ള സമ്പത്തും കൂടെ എടുത്തുകൊണ്ടുപോയി കളിച്ച് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കുടുംബത്തിന്റെ സുസ്ഥിതിയിൽ താല്പര്യമുള്ള ഏത് പത്നിയും അവനെ തടയും. ഇങ്ങോട്ട് നിങ്ങൾ വരേണ്ട എന്ന് തന്നെ പറയും. ജായാരുണന്തി, അവനെ രോധിക്കുന്നു. നാദിതോ വിന്ദതേ മർദ്ദിതാരം. അങ്ങനെ വരുമ്പോ എവിടെ? നാദിത, ചോദിച്ചവൻ, യാചിക്കാം, ആളുകളോട് പോയി യാചിക്കാം. അതാണ്, വീട്ടിലേക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ, അപ്പൊ അതിന് കുറച്ച് പണം യാചിച്ച് കടം വാങ്ങിയിട്ടെങ്കിലും എന്തെങ്കിലും വീട്ടിൽ കൊടുത്തിട്ട് വീട്ടിൽ കയറാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുക. അങ്ങനെ ചെന്ന് ചോദിച്ചാൽ മർദ്ദിതാരം ന വിന്ദതേ, അവനെ സുഖിപ്പിക്കുന്നവരായി ആരെയും കാണുന്നില്ല. എന്താ സുഖിപ്പിക്കുക എന്ന് പറഞ്ഞാൽ? കടം ചോദിച്ചാൽ കടം കൊടുക്കുക, കുറച്ച് രൂപ കടം ചോദിച്ചാൽ കടം കൊടുത്ത് അവനെ സന്തോഷിപ്പിക്കുക. അങ്ങനെ ആരെയും കാണില്ല. കാരണം എന്താണ്? അവന് കടം കൊടുത്താല് കിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അവനത് നശിപ്പിക്കുകയുള്ളൂ എന്നുള്ളത് അറിയാം. നാദിതോ വിന്ദതേ മർദ്ദിതാരം. ഇനി എന്താണ് തനിക്കുള്ള വില? ഒരു ചൂതാട്ടക്കാരനുള്ള വില, ഒരു അഡിക്ഷൻ ഉള്ള ഒരാൾക്ക് വില എന്താണ്? ഇന്ന് നമുക്ക് നമ്മുടെ ചീട്ടുകളികളുണ്ട്, മദ്യപന്മാരുണ്ട്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അവിടുന്ന് മാറിയിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള സമൂഹത്തിൽ വ്യാപിച്ചിട്ടുള്ള അഡിക്ഷൻ. അവരുടെ സ്ഥിതി എന്താണ്? അശ്വസ്യേവ ജരദോ വസ്യസ്യ നാഹം വിന്ദാമി ഹിതവസ്യ ഭോഗം. അശ്വസ്യ ഇവ ജരദ, ജരകൾ ബാധിച്ച അശ്വം. ജര ബാധിച്ചെന്ന് പറഞ്ഞാൽ എന്താണ്? ജരാനരകൾ വന്ന് വയസ്സായ അശ്വം. യാത്രയ്ക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതായ, അഥവാ യുദ്ധത്തിന് ഉപയോഗിക്കാൻ പറ്റാത്തതായ അശ്വത്തിന്റെ സ്ഥിതിയാണ് ഒരു ചൂതാട്ടക്കാരന് ഉണ്ടാവുക. ഒന്നിനും പറ്റാതെയായ, വയസ്സായിട്ട്. പിന്നെ അതിനെ എന്താ പറ്റുള്ളൂ? കിട്ടുന്ന വിലയ്ക്ക് വിൽക്കുക, അല്ലേ? നമ്മുടെ ഈ ജോർജ് ഓർവെലിന്റെ നോവലിൽ പറയുന്നത് പോലെ ആനിമൽ ഫാമിൽ പറയുന്നത് പോലെ പണിയെടുപ്പിക്കാവുന്നിടത്തോളം പണിയെടുപ്പിക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ ആ അശ്വത്തെ എന്താണ് ചെയ്യുന്നത്? വളമുണ്ടാക്കുന്ന കമ്പനികൾക്ക് വിറ്റ് കളയുക. വളമുണ്ടാക്കുന്ന കമ്പനികൾക്ക്, അതല്ലാതെ വേറെ ഒന്നിനും പറ്റില്ല. അപ്പോ ജരാനരകൾ ബാധിച്ച് കിട്ടിയ വിലയ്ക്ക് വിൽക്കാനായി നിർത്തിയിട്ടുള്ള അശ്വത്തിന്റെ അവസ്ഥയാണ് സാധാരണ ഒരു ചൂതാട്ടക്കാരന് ഉണ്ടാവുക. പക്ഷെ ഇയാൾക്ക് എങ്ങനെയാണ്? ഇയാളുടെ ഭാര്യ അപ്പോഴും എന്ത് ചെയ്യുന്നില്ല? ഇയാളെ ഒരിക്കലും കളിയാക്കുകയോ വില കുറഞ്ഞ് കാണുകയോ ചെയ്യുന്നില്ല. അപ്പൊ തന്റെ അവസ്ഥ എത്ര വലുതാണ്, തന്റെ ഭാര്യ എത്ര നല്ലവളാണ്, അല്ലെ? എത്ര നന്നായിട്ടാണ് ആ സ്ത്രീ അവനോട് പോകുന്നത്. അപ്പോ നാഹം വിന്ദാമി ഹിതവസ്യ ഭോഗം, ഹിതവന് ഒരു ഭോഗവും ഞാൻ പ്രാപിക്കുന്നില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ തന്റെ അവസ്ഥയല്ല, ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ എനിക്ക് എന്തുണ്ടാവില്ല? ഇതൊന്നും ഉണ്ടാകില്ല. സാധാരണ ചൂതാട്ടക്കാരന്റെ കുടുംബത്തെ അവസ്ഥയാണെങ്കിൽ എനിക്കിത് യാതൊന്നും, നാഹം വിന്ദാമി ഹിതവസ്യ ഭോഗം, ഹിതവന് യാതൊരു ഭോഗവും യാതൊരു സുഖവും എവിടെ നിന്ന് കിട്ടില്ല? വീട്ടിൽ നിന്ന് കിട്ടില്ല. വയസ്സായിട്ട് വിൽക്കാൻ നിർത്തിയിരിക്കുന്ന, കിട്ടിയ വിലയ്ക്ക് വിൽക്കാൻ നിർത്തിയിട്ടുള്ള കുതിരയുടെ അവസ്ഥയാണ് ഒരു ചൂതാട്ടക്കാരന് ഉണ്ടാവുക എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ നമ്മൾ ആലോചിച്ചാൽ ഈ വ്യത്യാസം നമ്മൾ എപ്പോഴും കണ്ടെത്തണം. കാരണം എന്താണ്? ഒരു സാമാന്യമായിട്ടുള്ളത് എന്തും ഇയാളുടെ എന്താണ്? ഇയാളുടെ ഒരു വിശേഷമായിട്ടുള്ള അവസ്ഥയാണ്, അല്ലെ? എന്നിട്ടും എന്താകുന്നു? വീട്ടിൽ പരിഗണന ലഭിക്കുന്ന ഒരു മനുഷ്യൻ. അപ്പൊ അത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. കാരണം എന്താണ്? അവിടെ മാത്രം ഒരു സവിശേഷമായ എന്ത് കിട്ടുക? പരിഗണന കിട്ടുക. അത് തീർത്തും എന്തായാലും പണ്ട് തീർത്തും വിചിത്രമായിട്ടുള്ള ഒരു സംഗതിയാണ് എന്നർത്ഥം. അതുകൊണ്ട് ഇനി പറയാണ്, ഇനി മറ്റുള്ളവരുടെ അവസ്ഥ വീണ്ടും പറയാണ്. എന്താണ്? സാധാരണഗതവന് ഭോഗമൊന്നും കിട്ടില്ല, പക്ഷെ ഇയാൾക്ക് അവിടെ പരിഗണന കിട്ടുന്നുണ്ട്. പറയാണ്, അന്യേ ജായാം പരിമൃശന്ത്യസ്യ
യസ്യ ആകൃതദ്വേദനേ വാജ്യക്ഷഃ പിതാ മാതാ ഭ്രാതര ഏനമാഹുഹു ന ജാനീമോ നയതാ ബദ്ധമേനം. സാധാരണ ഇങ്ങനെയാണ് അവസ്ഥ. അന്യേ ജായാം പ്രതിമൃശന്തി അസ്യ, അവന്റെ ജായയെ, ജായ ഭാര്യ, അവന്റെ ഭാര്യ, ജായ എന്നുള്ളത് ഭാര്യയെ ഏറ്റവും ബഹുമാനപൂർവമായി പറയുന്ന പര്യായപദമാണിത്. അവളിൽ പുരുഷൻ പുത്രനായി ജനിക്കുന്നു. ജായതേ അസ്യാം പുത്രത്വേന ഇതി ജായ. ഒരു പുരുഷൻ എന്താണ്? അവന്റെ ആത്മാംശമാണ് പുത്രനായി ജനിക്കുന്നത്. അത് ആരിലൂടെയാണ്? ഭാര്യയിലൂടെ. അപ്പൊ ജായ എന്നുള്ള പദം ഏറ്റവും ബഹുമാന സൂചകമായ ഒരു പദമാണ്. അവന്റെ ജായയെ അന്യേ പരിമൃശന്തി, മറ്റുള്ളവർ അവന്റെ പത്നിയെ സ്പർശിക്കും. നമ്മുടെ മഹാഭാരതത്തിൽ കാണുന്നുണ്ട് അല്ലേ? ചൂതാട്ടക്കാരൻ യുധിഷ്ഠിരന്റെ പത്നിയെ എന്താണ് സഭയിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അവിടെയുള്ള മഹാരഥന്മാർ ഒരക്ഷരം മിണ്ടുന്നില്ല. എന്താ മിണ്ടാത്തത്? ഇത് അതിന്റെ വിധിയാണ്, ചൂതാട്ടക്കാരനുള്ള ഒരു വിധിയാണ് അത്. വേദത്തിൽ പറയുന്നു അന്യേ ജായാം പരിമൃശന്യസ്യ. അവിടെയാണ് നമുക്ക് തോന്നാറ്, എന്തുകൊണ്ട് ധൃതരാഷ്ട്രർ ഒന്നും പറഞ്ഞില്ല, എന്തുകൊണ്ട് ഭീഷ്മ പിതാമഹൻ ഒന്നും പറഞ്ഞില്ല, ദ്രോണരും കൃപരും ഇവരൊന്നും മിണ്ടാതിരുന്നത് എന്തുകൊണ്ട് എന്ന് നമ്മൾ ചിലപ്പോ ചിന്തിച്ചു പോകും. പക്ഷെ ഇതാണ് അതിന്റെ സ്ഥിതി, അന്നത്തെ സ്ഥിതി അതാണ്. അന്യേ ജായാം പരിമൃശന്യസ്യ, ആരുടെ ജായയെ? പത്നിയെ. യസ്യ അകൃതദ്ദേവനെ വാജി അക്ഷഹ, വേഗമേറിയ വാജി. വാജ് എന്ന് പറഞ്ഞാൽ വേഗമാണ്. വാജി കുതിരയാണ്, വേഗത്തിൽ സഞ്ചരിക്കുന്നതുകൊണ്ടാണ് കുതിര എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും ശക്തിയുള്ള, കരുത്തുള്ള, അല്ലെ, കരുത്തിന്റെ പ്രതീകമായിട്ട് നമ്മള് ഹോഴ്സിനെയാണ് പറയാ, കുതിരയെ പറയാ. ഹോഴ്സ് പവർ, മോട്ടറിനൊക്കെ ഹോഴ്സ് പവർ ആണ് നമ്മൾ പറയുക. അപ്പൊ ശക്തിയുള്ളവനാണ് ഇത്. ഈ ശക്തിയുള്ള ഈ കരുക്കൾ ആരുടെ മുകളിൽ തന്റെ പ്രഭാവത്തെ കാട്ടുന്നുവോ അവന്റെ പത്നി എന്ന് പറഞ്ഞാൽ അതിന്റെ മുമ്പിൽ തോറ്റു പോകുന്നവന്റെ പത്നിയെ മറ്റുള്ളവരും എന്ത് ചെയ്യും? സ്പർശിക്കും, അവർ കയറി പിടിക്കും എന്നാണ് അർത്ഥം. പിതാ മാതാ. അപ്പൊ അതുകൊണ്ട്, അങ്ങനെ ആയതുകൊണ്ട് എന്താണ് കുടുംബത്തിന് ഇതിൽ പരം ഒരു നാണക്കേട് എന്താണ് വരാനുള്ളത്? പിതാ മാതാ ഭ്രാതരഹ ഏനമാഹുഹു. പിതാ മാതാ ഭ്രാതരഹ ആഹുഹു. പിതാവ്, മാതാവ്, സഹോദരങ്ങൾ എല്ലാവരും പറയും എന്താണ്? ഏനം നജാനീമഹ, നജാനീമഹ, ഞങ്ങൾക്ക് ഇവനെ അറിഞ്ഞുകൂടാ. ഈ കുലത്തിൽ ഇങ്ങനെ ഒരുത്തനില്ല, ഇങ്ങനെ ഒരുവൻ വേണ്ട, ഈ കുടുംബത്തിലെ അല്ല ഇവൻ, ഇവനെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, തിരസ്കരിക്കുക. നയതാ ബദ്ധമേനം, ഇവനെ ആരാണെന്ന് വെച്ചാൽ പലരും എന്താണ്, പലർക്കും കടമുണ്ടാവേ. അപ്പൊ കടം കൊടുക്കാനുള്ള ആളുകൾ വന്ന് ചോദിക്കുമ്പോ എന്താ പറയുന്നത്? ഇവനെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. നയതാ ബദ്ധമേനം, അവനെ എന്ത് ചെയ്തോളൂ നിങ്ങൾ? ഇവനെ നിങ്ങൾ കെട്ടി, ഇവിടെ ഈ കുടുംബത്തിൽ ഇവൻ വേണ്ട എന്ന് അമ്മയും അച്ഛനും സഹോദരങ്ങളും പറയും. അപ്പോ അടിമപ്പെട്ട ഒരാൾക്ക്, ആസക്തിക്ക് അടിമപ്പെട്ട ആൾക്ക് ആരും തന്നെ ഇല്ലാത്തതായ സ്ഥിതിവിശേഷമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇങ്ങനെയൊക്കെ ആയ നിലയ്ക്ക് ഇനി എന്താണ് വേണ്ട, ഇത് നിർത്തിയേക്കാം എന്ന് ഒരാൾക്ക് തോന്നുകയെന്ന് വിചാരിക്കുക. ഒരു മദ്യപന് തോന്നുകയാണ് ഈ മദ്യപാനം ഞാൻ നിർത്തിയേക്കാം. ഒരു ചൂതാട്ടക്കാരന് തോന്നുകയാണ് ഈ ചൂതാട്ടം ഞാൻ നിർത്തിയേക്കാം എന്ന് വിചാരിച്ച് അതിനെന്ത് വേണം? ആദ്യം തന്നെ കമ്പനികളെ ഒഴിവാക്കണം. അതിലേക്ക് തന്നെ നയിക്കുന്ന ആ ആളുകളെ, കൂട്ടുകാരെയൊക്കെ ഒഴിവാക്കണം. അത് ഇയാളും ചെയ്യുകയാണ് എന്നുള്ളതാണ് വളരെ വിചിത്രമായിട്ടുള്ള കാര്യം. ഇയാൾ തന്നെ വിചാരിക്കുകയാണ് ശരി, ഇതാണ് ശരിക്കുള്ള അവസ്ഥ, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് മാറിയേക്കാം. യഥാദിധ്യേ ന ദേവിഷാണ്യേഭിഹി പരായഭ്യോ അവഹീയേ സഖിഭ്യഃ ന്യുക്താസ് ബഭ്രവോ വാചമക്രത ഏമീദേശാം നിഷ്കൃതം ജാരിണീവ. അപ്പൊ ഇയാൾ വിചാരിക്കാണ് യഥാദിധ്യേ, ഞാൻ ധ്യാനിക്കുക, അയാൾ വിചാരിക്കുക, ചിന്തിക്കുക. ന ദേവിഷാണ്യേഭിഹി, ഇനി ഞാൻ ഇത് കൊണ്ട് കളിക്കില്ല, ചൂത് കളി ഇനി ഞാൻ നടത്തുകയില്ല, ഞാൻ ഇതിന് മാറി നിൽക്കുക. അതിനായിട്ട്
പരായദ്ഭ്യോ അവഹീയേ സഖിഭ്യ. സഖാക്കളുടെ അടുത്ത് നിന്ന്, അതായത് കൂട്ടുകാരുടെ അടുത്ത് നിന്ന്, ചൂതുകെട്ടത്തിന് ഒന്നിച്ചു പോകുന്ന കമ്പനി, അതിൽ നിന്ന് അവഹീയേ, ഞാൻ എന്താണ്, അതിൽ നിന്ന് ഞാൻ മാറി നിൽക്കും എന്ന് വിചാരിക്കാം. എന്നിട്ട് ചൂതാട്ടക്കാരായ കൂട്ടുകാർ വരുമ്പോ ഇയാൾ എന്ത് ചെയ്യാണ്? ഇയാൾ മാറി നിൽക്കുകയാണ്. ഇനി അവരുടെ കൂടെ ഞാൻ പോകുന്നില്ല, ഒറ്റയ്ക്ക് മാറി കമ്പനിയൊക്കെ വിട്ടിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അപ്പൊ ഒരു മദ്യപൻ മദ്യപിക്കില്ല എന്ന് വിചാരിക്കുകയാണ്. പക്ഷേ അങ്ങനെ വിചാരിക്കുമ്പോ ന്യുക്താഹ ന്യുക്താശ്ച ബഭ്രവോ വാചമക്രത ന്യുക്ത. അപ്പൊ ആ സമയത്ത് ചൂതാട്ടക്കളത്തിൽ എന്ത് നടക്കുന്നുണ്ട്? അവിടെ കളി നടക്കുന്നുണ്ട്. അവിടെ നടക്കുന്ന സമയത്ത് അവിടെ എറിയപ്പെടുന്ന ഈ കരുക്കളുടെ ശബ്ദം അയാളുടെ ചെവിയിലേക്ക് എത്തുക. അത് ശരിക്ക് അവിടുന്ന് എത്താനുള്ള ദൂരത്തായിക്കൊള്ളണമെന്നൊന്നുമില്ല ഇരിപ്പ്. അതെന്താണ്? ഭാവനയിൽ അവയുടെ ആ ശബ്ദം ഇങ്ങനെ ചെവിയിലേക്ക്, ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ എന്തിനെ പറ്റി ചിന്തിക്കുന്നത്? എന്തിനോടാണ് ആസക്തി? അതിനെക്കുറിച്ചാണ് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ചിന്തിക്കുന്നത്. ആ ചിന്തിക്കുമ്പോൾ ആ ശബ്ദം തന്റെ കാതിൽ വരുമ്പോൾ ഏമീ ദേശാം നിഷ്കൃതം ജാരിണീവ, അവിടുന്ന് ഇറങ്ങി ഓടുകയാണ് വീണ്ടും. എവിടേക്ക്? ചൂതാട്ടക്കളത്തിലേക്ക് തന്നെ ഓടിപ്പോവാണ്. കാരണം എന്താണ്? ജാരിണി ഇവ, കാമപരവശയായ സ്ത്രീ തന്റെ കാമുകനെ അന്വേഷിച്ച് പോകുന്നത് പോലെ എന്നാണ് ജാരിണി ഇവ, ജാരനുള്ള സ്ത്രീ. പണ്ടത്തെ സ്ഥിതി അങ്ങനെയാണല്ലോ. നമ്മുടെ മൃച്ഛകടികത്തിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? വാസവദത്ത തന്റെ കാമുകനായ ചാരുദത്തിനെ അന്വേഷിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകുന്നതായിട്ടൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുപോലെയാണ് ആ കാലത്തെ സ്ഥിതി അങ്ങനെയാണ്. അപ്പോ എന്താണ്? ഒരു സ്ത്രീ എന്താണ്? പ്രണയപരവശയായ ഒരു സ്ത്രീ തന്റെ കാമുകനെ അന്വേഷിച്ച് പോകുന്നത് പോലെ. ഇന്നും അങ്ങനെയുണ്ടല്ലോ, ധാരാളം കുട്ടികളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. പെൺകുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? വീട്ടുകാരൊക്കെ വിട്ടിട്ട് അച്ഛനെയും അമ്മയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിക്കൊണ്ടുവന്ന അച്ഛനെയും അമ്മയെയും അല്ലെ, പലപ്പോഴും പട്ടിണി കിടന്നിട്ടും അടുത്ത വീടുകളിൽ പോയി പാത്രം തേച്ചിട്ടും ഒക്കെ വളർത്തിയ അച്ഛനമ്മമാരെ വരെ വിട്ടുകൊണ്ട് കുട്ടികൾ ഇറങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ട്. എന്താണ്? അവർക്ക് വലുത് അവരുടെ പ്രേമമാണ്. അതുപോലെ പ്രേമ പരവശയായ സ്ത്രീ കാമുകനെ അന്വേഷിച്ച് പോകുന്നത് പോലെ എന്താണ്? ഈ ചൂതാട്ടക്കാരൻ അവിടെ നിന്ന് ഇറങ്ങി, കൂട്ടുകാരൊന്നും ഇല്ലെങ്കിലും അയാള് എന്ത് ചെയ്യാണ്? അയാള് ചൂതാട്ടക്കളത്തിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. അപ്പോ എന്ത് പറ്റില്ല? വളരെ പെട്ടെന്ന് തന്നെ ഒരാളുടെ മാത്രം ഒരു തീരുമാനത്തിലൂടെ എന്ത് ചെയ്യാൻ പറ്റില്ല? പെട്ടെന്ന് ഇത് മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒന്നല്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ അങ്ങനെ അയാൾ എന്താണ്? അവിടെ നിന്ന് ഇറങ്ങി അങ്ങോട്ട് പോവാണ്. മാറി ഇരുന്നിട്ട് കാര്യമൊന്നും ഉണ്ടായില്ല. വീണ്ടും ഒരു യാന്ത്രികമായിട്ട് അവിടേക്ക് അങ്ങോട്ട് പോവുകയാണ്, ആസക്തി കൊണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? സഭാമേതി കിതവഹ, കിതവൻ സഭയിലേക്ക് പോകുന്നു. പൃച്ഛാമി ഏനഹ ജ്യേഷ്ഠീതി തന്വാശുശുചാനഹ. അയാൾ പറ്റുന്ന അത്ര എങ്ങനെയാണ് പോകുന്നത്? ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയാണ് അവിടെ പോകുന്നത് എന്നാണ്. ചൂതാട്ടക്കളത്തിലേക്ക് പോകുമ്പോ എങ്ങനെയാണ്? ഏറ്റവും താൻ വലിയ ആർഭാടത്തോട് കൂടിയിട്ടാണ് അത്രേ പോവുക. കാരണം എന്താണ്? അവനോട് കളിക്കാൻ കാശുള്ള ആളുകൾ കൂടണം. കാശുള്ളവനോടൊപ്പം കളിക്കാൻ വലിയ വെയിറ്റ് വെച്ചിട്ട് കളിക്കണമെങ്കിൽ ആര് വേണം? കാശുള്ളവനാണ്. അപ്പൊ കാണിക്കാനായിട്ട് കാശുള്ളവനായിട്ട് എന്താണ്? ശോഭിക്കുന്ന ശരീരത്തോടു കൂടി പോകുന്നു എന്നാണ്. അപ്പൊ ഉള്ളതിൽ നല്ല വസ്ത്രമൊക്കെ ഇട്ട് ആഭരണം ഉണ്ടെങ്കിൽ അതൊക്കെ അണിഞ്ഞ് ആണ് ചെല്ലുന്നത്. എന്താണ്? ഇവിടെ ധനികനായിട്ടുള്ളവൻ ആരാണോ ഉള്ളത് എന്നാണ് അത്രേ വെല്ലുവിളി. അവനെ ഞാൻ തോൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്ര പോകുന്നത്. എന്താണ്? നമ്മുടെ നാട്ടിൽ അതിന്റെ ചില ഇതൊക്കെ ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റും അല്ലെ? ചില ആളുകൾ കടത്തിലൊക്കെ മുങ്ങിയ ആളുകൾ എപ്പോഴും എന്താണ്? പഴയ കാർ വിറ്റ് പുതിയ കാറൊക്കെ അങ്ങോട്ട് വാങ്ങി അതിനേക്കാളും വലിയ ലോൺ എടുത്തിട്ടായിരിക്കും. എന്തിനാണ്? കടം കിട്ടണമെങ്കിൽ അത് വേണം. ആ വിധത്തിലുള്ള ആളുകൾ നമുക്ക് ഇപ്പോഴും കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്, പലയിടത്തും ഉണ്ട്. അപ്പോ അങ്ങനെ ജയിഷ്യാമി, അവനെ ഞാൻ ജയിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഇവൻ ശോശുചാനൊക്കെ നന്നായിട്ട് എന്താണ്? ശോഭിക്കുന്ന ശരീരത്തോടു കൂടിയിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. എന്നിട്ടോ അക്ഷാസോ അസ്യ വിതരന്തി കാമം പ്രതിദീവിനോ ദദദഹ ആകൃതാനി. അപ്പോൾ ഓരോ തവണയും ഈ കരുക്കൾ എറിയുന്നതോടുകൂടി അവനിലെ ആസക്തി വീണ്ടും വീണ്ടും വർദ്ധിച്ചു വരുന്നു. മദ്യവും അങ്ങനെയല്ലേ? മദ്യം കഴിക്കില്ല എന്ന് വിചാരിച്ച ഒരാളെങ്ങനെ ഇരുന്ന് കുറെ നേരമൊക്കെ പിടികൂടി.
മദ്യത്തിന് മണം വന്ന ഇറങ്ങി ഓടും, അല്ലേ? ആ ശരി, ഇന്ന് ഏതാണെങ്കിലും അല്പം അങ്ങോട്ട് കഴിച്ചേക്കാം, അത് മാത്രം, ഒറ്റ തവണ മാത്രം എന്ന് പറഞ്ഞു പോയിരുന്ന ആളുകളുണ്ട്. എന്നിട്ട് എന്താവും? ഒരല്പം കഴിച്ചാൽ പിന്നെ എന്താണ്? പിന്നെ അവിടെ കിടപ്പാവും. പിന്നെ എന്താണ്? പറ്റുന്നിടത്തോളം മോന്തി അവിടെ കിടപ്പാവും. ഇതുപോലെ തന്നെയാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ ഒരു കളി അങ്ങോട്ട് കളിച്ച് അതിന് ജയിച്ചാൽ എനിക്ക് എന്ത് ചെയ്യാം? ഒരുപക്ഷെ കടം വീട്ടാൻ പറ്റിയാലോ. അതിനാണ് ഇത്ര വലിയ പ്രതാപവാനായിട്ടൊക്കെ പോകുന്നത്. പക്ഷേ ഓരോ കളിയും എന്താകുന്നു? അവനെ വീണ്ടും വീണ്ടും അതിനെ അടിമയാക്കുന്നു. എന്തുകൊണ്ടാണ്? അക്ഷാസ ഇതങ്കുശിനോ നിതോദിനോ നികൃതാന തപനാ സ്ഥാപയിഷ്ണവഃ കുമാരദേഷ്ണാജയത പുനർഹണോ മധ്വാ സംപൃക്താഹ ഹിതവസ്യ ബർഹണ. പക്ഷങ്ങൾ, ഈ ചൂതാട്ടത്തിന്റെ കരുക്കൾ, അവ ശരിക്കും തോട്ടികളാണ്, അങ്കുശങ്ങളാണ്. അങ്കുശം, തോട്ടി. തോട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മാങ്ങ പറിക്കുന്ന തോട്ടിയല്ല, നമ്മുടെ ആനയെ പിടിച്ചു നിർത്തുന്ന തോട്ടി, അല്ലേ? അതിനെ പിടിച്ച് അങ്കുശം, അതിനെ ചെവിയിലിട്ട് പിടിച്ച് അതിനെ നിയന്ത്രിക്കുന്ന തോട്ടി, അങ്കുശം. ആ അങ്കുശമാണ് ഈ അക്ഷങ്ങൾ. അവ ശരിക്കും നമ്മളെ വലിച്ചിഴയ്ക്കുന്നവയാണ്, അതിലേക്ക് വലിച്ചിഴയ്ക്കുന്നവനാണ്. എന്നിട്ടോ അങ്ങനെ വന്ന് വീഴുന്നവനെ തപിപ്പിക്കുന്നവയാണ്. അവനെന്ത് ചെയ്യുന്നു? അവനെ വീണ്ടും വീണ്ടും കൂടുതൽ കൂടുതൽ ദുഃഖിപ്പിക്കുന്നു. ജയിക്കുന്നവനോ കുമാരദേഷ്ണ ജയത പുനർഹണ. ജയിക്കുന്നവനാണെന്നുണ്ടെങ്കിലോ കുമാരന്മാരെ പോലും ലഭിക്കുന്ന വിധത്തിലാണ്. കുമാരന്മാരെ പോലും, കുമാരന്മാർ ലഭിക്കുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഈ എന്താണ് അടിമക്കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. പണ്ട് വളരെ പഴയ കാലത്ത് ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഈ മൃച്ഛകടികം എന്നുള്ള നാടകത്തിൽ നമുക്ക് ഇതിന്റെയൊക്കെ ഇത് കാണാൻ പറ്റും. ഇതിന്റെ ചില സ്ഫുരണങ്ങൾ അവിടെ കാണാൻ പറ്റും. കടം കയറിയ ഒരാളെ എന്താണ് അയാളോട് പറയാ, നീ നിന്നെ തന്നെ വിറ്റിട്ട് കടം വീട്ട് എന്ന് പറയുന്നത്. അതുപോലെ നമ്മള് പുരാണങ്ങളില് കാണുന്നുണ്ട്. വിശ്വാമിത്രൻ ദീർഘകാലം തപസ്സിന് പോയ സമയത്ത് നാട്ടിൽ ദാരിദ്ര്യം വന്നപ്പോ അദ്ദേഹത്തിന്റെ പത്നിക്ക് കുട്ടികളെ പോറ്റാൻ നിവൃത്തിയില്ലാതെ ആയപ്പോ ഒരു കുട്ടിയെ വിറ്റ് മറ്റു കുട്ടികളെ പോറ്റാൻ ആ സ്ത്രീ നിശ്ചയിച്ചു. അവന്റെ കഴുത്തിൽ ദർഭ കൊണ്ട് ഒരു കയറൊക്കെ ഇട്ടിട്ട് അവനെ കൊണ്ടുപോവാണ് വിൽക്കാനായിട്ട്. രണ്ടുപേരും കരഞ്ഞിട്ടാ പോകുന്നു. അമ്മയും കരയുന്നു, മകനും കരയുന്നു. ആ സമയത്താണ് നമ്മുടെ ത്രിശങ്കു കാണുന്നത്. ത്രിശങ്കു ആരാണ്? സത്യവ്രതൻ എന്ന് പറയുന്ന രാജകുമാരനാണ് ത്രിശങ്കു കേട്ടോ. ത്രിശങ്കു ആരല്ല? ത്രിശങ്കു ചണ്ടാലനല്ല. ചണ്ടാലൻ എന്നൊരു വിഭാഗം ഇല്ല താനും. അപ്പൊ ചണ്ടാലൻ ആരാണ്? ചണ്ഡകർമ്മങ്ങൾ ചെയ്തിട്ട്, ക്രൂരകർമ്മങ്ങൾ ചെയ്തിട്ട് ചണ്ടാളത്വം പ്രാപിക്കുകയാണ്. രാമൻ പറയുന്നുണ്ട് ഉത്തരാമചരിതത്തിലെ, ശ്രീരാമചന്ദ്രൻ എന്താണ്? അപൂർവ കർമ്മചണ്ഡാലം അയ്മുഗ്ധേ വിമുഞ്ചമാം എന്ന് പറയുന്നത്. അപൂർവങ്ങളായ, ഒരാളും ചെയ്യാത്ത വിധത്തിലുള്ള ക്രൂരകർമ്മം ചെയ്തത് കൊണ്ട് ചണ്ഡാലനായിരിക്കുന്നു ഞാൻ എന്ന് ശ്രീരാമചന്ദ്രൻ സീതാപരിത്യാഗത്തെ കുറിച്ച് പറയുന്നുണ്ട് ഉത്തരാമചരിതം എന്ന് പറയുന്ന നാടകത്തിൽ. അതിരിക്കട്ടെ. അപ്പോ അങ്ങനെ അയാൾ കണ്ടപ്പോ എന്താണ് ഈ അമ്മയും മകനും കരഞ്ഞുകൊണ്ട് പോകുന്നത്? ചോദിച്ചു, എന്തുകൊണ്ടാണ് കരയുന്നത്? അപ്പൊ ഈ ചരിത്രമൊക്കെ പറഞ്ഞു, ജീവിക്കാൻ നിവൃത്തിയില്ല കേട്ടോ, കുട്ടികൾ വേറെയുണ്ട്, എല്ലാം കൂടെ മരിക്കുന്നതിനേക്കാൾ നല്ലത് ഒരെണ്ണത്തിന് എന്താണ് വിറ്റിട്ടാണെങ്കിലും മറ്റുള്ളതിനെ പോറ്റാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. സത്യവ്രതൻ നമ്മുടെ ത്രിശങ്കു പറഞ്ഞു, അമ്മേ ഈ കുഞ്ഞിനെ വിൽക്കണ്ട, അമ്മ ഈ കുഞ്ഞിനെയും കൊണ്ട് പൊക്കോളൂ. അവന്റെ കഴുത്തിൽ ഗളത്തിലിട്ട കഴുത്തിലിട്ട ആ കയറ് മാറ്റുക. ഗാലവൻ, ഗലത്തിൽ എന്താണ് ഈ കഴുത്തിട്ടാണ് ഗാലവൻ. പിന്നെ വലിയ ഗ്രമേറിയനായി മാറി ഗാലവൻ. അപ്പോ അങ്ങനെ അത് ഒഴിവാക്കി. അപ്പൊ അന്ന് എന്തുണ്ട്? ഈ ഒരു സമ്പ്രദായമുണ്ട്. കുട്ടികളെ പോലും ആർക്ക് കൊടുക്കും? ജയിക്കുന്നവനായ കിതവന് മറ്റ് കിതവൻ എന്ന് പറഞ്ഞാൽ ചൂതാട്ടക്കാരൻ മറ്റുള്ളവർ കൊടുക്കും എന്നാണ്. കുമാരദേഷ്ണ ജയദഹ പുനർഹണഹ മധ്വാ സംപൃക്താഹ കിതവസ്യ ബർഹണഹ. ഇവ എന്താണ്? തുടക്കത്തിൽ ഇവ എന്താണ്? മധുവാണ്, കളിയുടെ ക്രീഡാരസം. കളിയിൽ അങ്ങോട്ട് മുഴുകിയിരുന്ന് കളിക്കും മനുഷ്യൻ. പക്ഷേ പിന്നീട് എന്തായിത്തീരുന്നു? അത് ഏറ്റവും ശോചനീയമായ അവസ്ഥയിൽ മനുഷ്യനെ കൊണ്ട് അധപ്പതിപ്പിക്കും എന്ന് ഋഗ്വേദം വളരെ എന്താണ് അസന്ദിഗ്ധമായി തന്നെ പറയാം.
ത്രിപഞ്ചാശ ക്രീളതി. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു? ത്രിപഞ്ചാശ ക്രീളതി. അവിടെ എന്താണ് നടക്കുന്നത്? ത്രിപഞ്ചാശ എന്ന് പറഞ്ഞാൽ 53. 53 ആണത്ര ഇതിന്റെ കരുക്കൾ. ത്രിപഞ്ചാശ ക്രീളതി വ്രാതയേഷ. ഈ 53 കരുക്കളുടെ ആ വ്രാതം, കൂട്ടം അവിടെ കളിക്കുന്നു. പിന്നെ എന്താണ്? സവിത സത്യധർമ്മ, സത്യധർമാവായ സവിതാവ്, സത്യധർമാവായ സവിതാവ് സൂര്യദേവൻ. സൂര്യദേവനാണ് ഭൂമിയിൽ എന്ത് ചെയ്യുന്നത്? ഭൂമിയിൽ എല്ലായിടത്തും സവനം ചെയ്യുന്നത്, ഊർജത്തെ എല്ലായിടത്തും പ്രദാനം ചെയ്യുന്നത്, സർവകർമ്മ സാക്ഷിയായി എല്ലാവരുടെയും കർമ്മങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് സൂര്യൻ അല്ലെ. സർവകർമ്മ സാക്ഷികളിൽ ഒരെണ്ണമാണ് സൂര്യൻ. ആദിത്യ ചന്ദ്രവും അനിലോനലശ്ച ദ്യൗർഭൂമിരാപോ ഹൃദയം യമശ്ച അഹശ്ച രാത്രിശ്ച ഉഭേച്ച സന്ധ്യേ ധർമ്മശ്ച ജാനാതി നരസ്യ വൃത്തം. ഈ പറഞ്ഞവരൊക്കെ നരന്റെ, മനുഷ്യന്റെ എല്ലാ കർമ്മങ്ങളും അറിയുന്നവരാണെന്നാണ്. അപ്പൊ സൂര്യൻ നൽകുന്ന ഊർജം കൊണ്ടാണ് നമ്മളൊക്കെ പ്രവൃത്തികൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളുടെ പ്രവൃത്തികൾ എന്തെല്ലാമാണെന്ന് സൂര്യൻ എന്ത് ചെയ്യുന്നുണ്ട്? മോണിറ്റർ ചെയ്യുന്നുണ്ട്, എന്താണ് ചെയ്യുന്നത്. അപ്പൊ സർവകർമ്മ സാക്ഷിയാണ് ദേവൻ, സൂര്യദേവൻ. മനുഷ്യന്മാരാരും കാണുന്നില്ല എന്ന് വിചാരിച്ച് നമ്മുടെ ഒരു കർമ്മവും ആരും അറിയുന്നില്ല എന്ന് വിചാരിക്കാൻ പാടില്ല. അപ്പോ അങ്ങനെ സൂര്യദേവൻ എപ്രകാരമാണോ ആകാശത്തിൽ പരിലസിക്കുന്നത്, അതുപോലെയാണത്രേ ഈ കരുക്കൾ ഇവിടെ പരിലസിച്ചു കൊണ്ടിരിക്കുന്നത്. ചോദ്യം ചെയ്യാൻ ആരുമില്ല ഈ കരുക്കളെ. ഉഗ്രസ്യ മന്യവേനാനമന്തേ. ഇവൻ അത്യുഗ്രമായിട്ടുള്ള ആളുകൾ പോലും ഈ കരുക്കളുടെ മുന്നിൽ എന്ത് ചെയ്യാണ്? നമിക്കുകയാണ്. രാജാചിദേഭ്യോ നമയിത്കൃണോതി. രാജാവാണെങ്കിൽ പോലും എന്താണ് ചെയ്യുന്നതെന്നാണ്? ഏഭ്യോ കൃണോതി. രാജാവ് പോലും, രാജാവാണ് ഇതൊക്കെ നിയന്ത്രിക്കേണ്ട ആള്. ഇങ്ങനെയുള്ള തിന്മകൾ നടക്കുന്നുണ്ടെങ്കിൽ, ഗാംബ്ലിങ് നടക്കുന്നതിനെ നിയന്ത്രിക്കേണ്ട ആളാരാണ്? രാജാവാണ്. ഒരു ബലവാനും ഈ കരുക്കളുടെ മുന്നിൽ എന്ത് ചെയ്യുന്നില്ല? അവരെ ചോദ്യം ചെയ്യാനില്ല. രാജാവ് പോലും ഇവയ്ക്ക് മുമ്പിൽ എന്ത് ചെയ്യാണ്? നമസ്കരിക്കുകയേ ചെയ്യുന്നുള്ളൂ എന്ന്. നമ്മുടെ യുധിഷ്ഠിരന്റെ കഥയൊക്കെ നമുക്കറിയാലോ, പാണ്ഡവരുടെ ചോദ്യങ്ങളെ പറ്റി നമുക്കറിയാലോ. രാജാവ് പോലും ഇവിടെ നമിക്കുകയല്ലാതെ ഇവയെ നിയന്ത്രിക്കാൻ ശക്തനായി തീരുന്നില്ല എന്നർത്ഥം. നീജാവർത്തന്ത ഉപരിസ്ഫുരന്ത്യ ഹസ്താസോ ഹസ്തവന്തം സഹന്തേ അഹസ്താഹ ഹസ്തവന്തം സഹന്തേ. ഇവ എന്താണ്? ഇവ അവിടെ എല്ലാ പ്രതാപത്തോടെയും പരിലസിക്കുന്നു. കൈകളില്ലാത്ത ഈ കരുക്കൾ കൈകളുള്ള മനുഷ്യനെ എന്ത് ചെയ്യുന്നു? അവന്റെ അടിമയാക്കി തീർക്കുന്നു. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താണ്? പരിശ്രമം ചെയ്യുകിൽ എന്തിനേയും വശത്തിലാക്കാൻ കഴിവുള്ള വണ്ണം ദീർഘങ്ങളാം കൈകളെ നൽകിയത്രേ മനുഷ്യനെ പാരിലയച്ചതീശൻ എന്ന് അറിയുന്ന ആളുകളാണ് നമ്മൾ. കൈകൊണ്ട് അല്ലെ, എന്തെല്ലാമാണ് നമ്മുടെ കൈകൊണ്ട് നമ്മൾ ചെയ്യുന്നത് അല്ലെ. നമ്മളെക്കാൾ എത്രയോ വലിയ ശക്തിയുള്ള മൃഗങ്ങളെ പോലും, ആനയെയും സിംഹത്തെയും കരടിയെയും കാട്ടുപോത്തിനെയും ഒക്കെ, കണ്ടാമൃഗത്തെയും ഒക്കെ നമ്മുടെ കൈകളുടെ ശക്തി കൊണ്ട് നമ്മൾ വരുതിയിലാക്കുന്നതാണ്. എന്ത് കർമ്മശേഷിയാണ് അല്ലേ നമ്മുടെ കൈകൾക്ക്! എന്തുമാത്രം കർമ്മശേഷി! ആനയെ പൂട്ടാനുള്ള ചങ്ങല നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ കൈ. ഏത് സിംഹത്തെയും നമ്മൾ കൂട്ടിലടയ്ക്കും. ഇത്രയൊക്കെ പ്രതാപവാന്മാരായ നമ്മൾ, കൈയുള്ളവരായ നമ്മളെ കൈകളില്ലാത്ത ഈ കരുക്കൾ എന്ത് ചെയ്യുന്നു? അടിമകളാക്കി കൊണ്ട് നടക്കുന്നു എന്നാണ്. ഹസ്താസഹ അഹസ്താസഹ ഹസ്തവന്തം സഹന്തേ അല്ലെ. ദിവ്യാഹ അങ്കാര ഈരിണേ ന്യുക്താഹ ശീതാസന്തഹ ഹൃദയം നിർദഹന്തി. ആദ്യം അവർ നമ്മെ തണുപ്പിക്കുന്നവരായ അവർ, നമുക്കൊരു എന്താണ് കളിക്കുന്നതിനുള്ളതായ ആ വിനോദമൊക്കെ നൽകുന്നവരായ അവൾ അല്ലെ. അതൊരു വിനോദമാണ്, രസമാണ്, ഇത് കളിയാണ്. പക്ഷേ പിന്നീട് പരിണാമത്തിൽ അവ എന്താക്കി തീർക്കുന്നു? നമ്മളെ ദഹിപ്പിക്കുന്നു. മദ്യപാനം പോലെ തന്നെയാണ്. ആദ്യം ഒരു രസത്തിനൊക്കെ കമ്പനിയൊക്കെ കൂടി കഴിച്ച് അത് ശീലമാക്കുന്നു. പിന്നെ എന്ത് ചെയ്യുന്നു? അത് നമ്മളെ ദഹിപ്പിക്കുന്നു. സർവസ്വഹരണം ചെയ്ത് വീട്ടിനും നാടിനും വേണ്ടാത്തവരാക്കി നമ്മളെ മാറ്റുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ്?
അത്യന്തം അപകടകരമാണ് അത്. എന്നിട്ട് എന്തുണ്ടാകുന്നു? ജായാ തപ്യതേ കിതവസ്യ ഹീന മാതാ പുത്രസ്യ ചരത ക്വസ്വിദ് ഋണാവാ വിദ്യധനമിച്ഛമാനോ ന്യേഷാം അസ്തം ഉപനക്തമേതി. ഇനിയാണ് അതിന്റെ വേറെ പരിണാമങ്ങളിലേക്ക് വരുന്നത്. എന്താണ്? ഇവന്റെ ജായ, ഇവന്റെ ഭാര്യ എന്തായിത്തീരുന്നു? പരിത്യക്തയായി, അശരണയായി അലയേണ്ടി വരുന്നു. അവന്റെ അമ്മ, എവിടെയോ അലഞ്ഞു നടക്കുന്ന മകൻ, പലപ്പോഴും അവർ വീട്ടിലേക്കും വരില്ല. പലപ്പോഴും അവരെന്ത് ചെയ്യുന്നു? വീട്ടിന് വരാതെ നടക്കുന്ന എൻ്റെ മകൻ, കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈശ്വര, എൻ്റെ മകൻ ഇപ്പൊ എവിടെയാണ് അവൻ അലഞ്ഞു നടക്കുന്നത് എന്ന് വിചാരിച്ച് ഹൃദയം നുറുങ്ങി അമ്മയും വിഷമിക്കുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞു നമ്മള്, പിതാ മാതാ ഭ്രാതര മേനമാക്കൂ, ഇവനെ വേണ്ട, ഇവനെ കെട്ടിയിട്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളൂ എന്നൊക്കെ പറഞ്ഞാലും സ്വന്തം ഉദരത്തിൽ ജനിച്ച തൻ്റെ മാംസത്തിന്റെ മാംസവും തൻ്റെ രക്തത്തിന്റെ രക്തവുമായ ഒരു മകനെ വിട്ടിട്ട് അമ്മയ്ക്ക് സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റുമോ? ഇല്ല. എങ്ങോ അലയുന്ന മകനെ കുറിച്ച് അമ്മ ദുഃഖിച്ചുകൊണ്ടേ ഇരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു? ഇനി ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇയാളുടെ വിചാരം അതാണ്, ഇനി ഞാൻ വീട്ടിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇവൻ എന്ത് ചെയ്യുന്നു? ഇവൻ തെരുവിൽ കിടന്ന് ഉറങ്ങുന്നു. വീട്ടിൽ പോകാതെ തെരുവിൽ കിടന്ന് ഉറങ്ങുമ്പോ കുറെ കഴിയുമ്പോ എന്തായി? തണുപ്പ്, വല്ലാത്ത തണുപ്പ് വരികയാണ്. അങ്ങനെ തണുപ്പ് വരുമ്പോ എന്ത് ചെയ്യുന്നു? ഉറക്കം തനിയെ ഉണരും. ഇനിയിപ്പോ എന്താ ഒരു മാർഗം? വീട്ടിലേക്ക് പോകാൻ വഴിയില്ല. ഇനി തണുപ്പ് കാരണം ഉറങ്ങാനും പറ്റുന്നില്ല. ഈ ചീട്ടുകളി നിർത്തണമെങ്കിൽ, ചീട്ടുകളിലെ ചൂതാട്ടം നിർത്തണമെങ്കിൽ ഇതുവരെയുള്ള കടം വീട്ടിയിട്ടേ ചൂതാട്ടം നിർത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം. ആകെ കൂടി ഒരു വഴി അപ്പൊ ഉള്ളിൽ തോന്നുകയാണ്. എന്താണ് ഒരു വഴി? ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം തോന്നുകയാണ്. മോഷണത്തിന് പോവാം. ഏതെങ്കിലും വീട്ടിൽ കയറിയിട്ട് കുറെ പണം മോഷ്ടിക്കുക. അതുകൊണ്ട് കടമൊക്കെ വീട്ടുക. പിന്നെ കളിക്കാണ്ടിരുന്നാൽ മതിയല്ലോ. കടമൊക്കെ വീട്ടിയിട്ട് വീട്ടിലേക്ക് പോകാം എന്ന് വിചാരിച്ച് അയാൾ എന്ത് ചെയ്യുന്നു? അയാള് തെരുവിൽ കിടന്ന് ഉറങ്ങി. അപ്പൊ അത് എന്താണ്? ഈ തീരുമാനത്തിലേക്ക് എത്തി. എന്ത് തീരുമാനത്തിലേക്ക്? മോഷണം നടത്തണം. അതിനായിട്ടൊരു വീട്ടിലേക്ക് പോവാണ്. അപ്പൊ വീട്ടിൽ ചെന്ന് വീടിന്റെ ഭിത്തി തുറന്നു. ഭിത്തി തുറന്ന് വീടിനകത്ത് കയറി. വീടിനകത്ത് കയറിയപ്പോ എന്താണ് അവിടെ കാണുന്നത്? സ്ത്രീയം ദൃഷ്ട്വായ കിതവന്തപാ അന്യേഷാം ജായാം സുഹൃതഞ്ജയോനിം പൂർവാഹ്ണേ അശ്വാൻ യുയുജേ ഹി ബുഭ്രൂൻ സോ അഗ്നേഹേ അന്തേ വൃഷളപപാദ. അപ്പോ ഇയാള് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കിടന്ന് ഉറങ്ങുന്ന ആള് അവിടെ ഈ കിതവന്റെ ചെന്ന വീട്ടിൽ ആരാണ്? അവിടെ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ഭാര്യ, സുഖമായിട്ട് കിടന്നുറങ്ങുന്ന ഭർത്താവ്, സുഖമായിട്ട് കിടന്നുറങ്ങുന്ന കുട്ടികൾ. ഇതൊക്കെയാണ് ഇയാൾ അവിടെ ചെന്നിട്ട് കാണുന്നത്. അങ്ങനെ കാണുമ്പോൾ ഇയാൾ എന്ത് വിചാരിക്കുന്നു? എത്ര സ്വസ്ഥമായിട്ടാണ് ഈ കുടുംബം ഉറങ്ങുന്നത്. അച്ഛനും അമ്മയും മക്കളുമൊക്കെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുക. ഇതിൽ ഇയാൾക്ക് എന്താണുള്ളത്? സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങുന്ന അച്ഛനുണ്ടോ? അമ്മയുണ്ടോ? മക്കളുണ്ടോ? ഭാര്യയുണ്ടോ? ഒന്നുമില്ല. അപ്പോ ഏറ്റവും സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന ഈ കുടുംബത്തെ ദ്രോഹിക്കണ്ട. എങ്ങനെയാണ് ഇവരുടെ സ്വസ്ഥത ഞാൻ എങ്ങനെയാണ് കളയുക? അതുകൊണ്ട് ഇയാൾ എന്ത് ചെയ്യാണ്? ഇയാൾ പറയുകയാണ്, ഞാൻ ഇവിടെ നിന്ന് അപഹരിച്ച്, ഇവരുടെ മുതൽ മുഴുവൻ അപഹരിച്ച് ഈ കുടുംബത്തിന്റെ സ്വസ്ഥതയും കൂടെ ഞാൻ കളയുന്നില്ല. അയാൾ അവിടുന്ന് എന്ത് ചെയ്യണം? ഭിത്തി തുറന്ന് കഷ്ടപ്പെട്ട് കയറിയ വീട്ടിൽ നിന്ന് ആ വീടിന്റെ സ്വസ്ഥത കണ്ടപ്പോ അതിനെ നശിപ്പിക്കാൻ പറ്റാതെ അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നിട്ട് അയാള് എന്ത് ചെയ്യാണ്? യോവസേനാനിർമഹതോ ഗണസ്യ രാജാവ്രാതസ്യ പ്രഥമോ ബഭൂവ തസ്മൈ കൃണോമി ധനാരുണഗ്നി ദശാഹം പ്രാജീസ് തദഹം വദാമി. ഞാൻ തദൃതം വദാമി, ഞാൻ സത്യമായി പറയുന്നു.
ഞാൻ എന്താണ് സത്യമായി പറയുന്നത്? അല്ലയോ ചൂതുകളെ, നിങ്ങളുടെ മഹത്തായ സംഘത്തിന് നേതാവായിരിക്കുന്നവരുണ്ട്, ചൂതുകളി നടത്തുന്ന അതിന്റെ ആ നേതാക്കന്മാരുണ്ട്, ഇതൊക്കെ നടത്തുന്നവരെ. അവരുടെ കൂട്ടത്തിൽ ആരാണ് രാജാവായിരിക്കുന്നത്? അവരാണ് ഏറ്റവും മുമ്പ്. രാജ്യം ഭരിക്കുന്ന രാജാവിനേക്കാൾ വലിയവൻ ആരാണ്? ചൂതാട്ടം. ആ ചൂതാട്ടക്കളം നടത്തുന്നവനാണ് അവനെ. അവന്റെ മുമ്പിൽ ഞാൻ കൈകൂപ്പുന്നു. അവന്റെ പ്രതാപം നോക്കുക, അല്ലെ? എത്ര വലിയ രാജാവ് പോലും അവന്റെ മുമ്പിൽ നമസ്കരിക്കുന്നു. പക്ഷേ ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഇന്ന് മുതൽ ചൂതുകളിക്ക് വേണ്ടി ഞാൻ പണം വെക്കുകയില്ല. ഇനി ഞാൻ ചൂതുകളിക്ക് വേണ്ടി പണം മുടക്കുകയില്ല. 10 വിരലുകളും മുന്നോട്ട് നീക്കിക്കൊണ്ട്, മുന്നോട്ട് വെച്ചുകൊണ്ട് ഞാൻ പറയുന്നു, ഇത് സത്യമാണ്. ഇനി ഞാൻ ചൂതാട്ടത്തിന് വേണ്ടി പണം മുടക്കുകയില്ല. അയാൾ വീണ്ടും അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്, ആ വീട്ടിൽ നിന്ന്. എന്നിട്ട് അയാള് അക്ഷൈർമാ ദിവ്യ, ഇവിടെ ഇനി അടുത്ത വാക്യം ഋഷിയുടേതാണ്. ഋഷി പറയുകയാണ്, അക്ഷൈർമാ ദിവ്യ, കുട്ടികളെ എന്ത് ചെയ്യരുത്? ചൂതുകൊണ്ട് നിങ്ങൾ കളിക്കരുത്. കൃഷിമിത് കുരുഷ്വ, നിങ്ങൾ എന്ത് ചെയ്യുക? കൃഷിമിത് കൃഷസ്വ, നിങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുക, പണിയെടുത്ത് ജീവിക്കുക. കൃഷി എന്ന് പറഞ്ഞാൽ പണിയുടെ സൂചകം. പണിയെടുത്ത് ജീവിക്കുക. ചൂതാട്ടത്തിലൂടെയല്ല പണം ഉണ്ടാക്കേണ്ടത്, അതിലൂടെയല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. വിത്തേരമസ്വ ബഹുമന്യമാനഹ, അതുകൊണ്ട് പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് സന്തോഷമായി ജീവിക്കുക. ബഹുമന്യമാനഹ, അവിടെ നിങ്ങൾ ആരായിത്തീരും? നിങ്ങൾ ബഹുമാന്യനായിത്തീരും. നിങ്ങൾ പണിയെടുത്ത്, ചൂതാട്ടക്കാരന്റെ വില നമ്മൾ നേരത്തെ പറഞ്ഞു, വിൽക്കാൻ വെച്ചിട്ടുള്ള കുതിരയുടെ വിലയാണ് അവന്റെ വില. പക്ഷേ പണിയെടുത്ത് ജീവിക്കുന്നവനെ, കൃഷി ചെയ്ത് ജീവിക്കുന്നവൻ ആരായിത്തീരും? ബഹുമന്യമാനഹ. ബഹുമന്യമാനഹ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടുന്നവനാവും സമൂഹത്തിൽ. അവനൊരു വിലയുണ്ട്. ആർക്ക് വിലയില്ല? ചൂതാട്ടക്കാരന് വിലയില്ല. തത്ര ഗാവഹ, അവിടെ പശുക്കളുണ്ട്. കിതവ തത്രജായ, കിതവന് അവിടെ പത്നിയുണ്ട്. അവിടെ അവന്റെ വീട്ടിൽ വീട്ടുമൃഗങ്ങളുണ്ട്. അവന്റെ പത്നിയുണ്ട്. തന്മേ വിചഷ്ടേ സവിതയായ മഞ്ജഹ, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യൂ? ജീവിക്കൂ. ഈ ധർമ്മരഹസ്യം സർവപ്രേരകനായ സൂര്യൻ പലപാട് എന്നെ ബോധിപ്പിച്ചിരിക്കുന്നു. നമ്മൾ പറഞ്ഞല്ലേ, സൂര്യൻ സർവകർമ്മ സാക്ഷിയാണ്. സൂര്യദേവൻ തന്നെ, ഈ ഋഷി തന്നെ പറയാണ്, ഈ തത്വം ഏതാണ്? കൃഷി ചെയ്ത് ജീവിക്കുക, അല്ലെ? കിട്ടുന്ന പണം കൊണ്ട് എന്താവുക? നീ സന്തോഷിക്കുക. അവിടെ നിന്റെ പശുക്കളും, അവിടെ നിന്റെ പത്നിയും നിന്റെ മക്കളും എല്ലാം ഉണ്ട്. ഈ സത്യം സൂര്യദേവൻ തന്നെയാണ് എന്നെ ബോധിപ്പിച്ചിരിക്കുന്നത് എന്ന് ഋഷി പറഞ്ഞുകൊണ്ടാണ് ഇത് ഇവിടെ അവസാനിപ്പിക്കുന്നത്. ഈ കേട്ടതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലായത്? ഋഗ്വേദം ആണ് പറയുന്നതെന്ന് ഓർക്കണം. എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. ഇതിനെ ഒന്ന് വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാകാവുന്ന എന്താണ്? ഒന്ന്, ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നിന്ന് നോക്കുക. നമ്മൾ നോക്കിയാൽ എന്താണ്? ആത്യന്തികമായി നോക്കിയാൽ ഏറ്റവും നല്ല മനുഷ്യരാണ്, ഋജുവായ മനസ്സുള്ളവരാണ്, കുടിലതയില്ലാത്ത മനസ്സോട് കൂടിയ ആളുകളാണ് എന്താവുന്നത്? ആസക്തിക്ക് അടിമപ്പെട്ടു പോകുന്നത്. നമ്മുടെ മദ്യപന്മാരെ നോക്കാം. നമുക്ക് മദ്യം കഴിക്കുക എന്ന് പറഞ്ഞാൽ അത്ര രസമുള്ള കാര്യമൊന്നുമല്ല. മദ്യം ആദ്യം എങ്ങനെയാണ്? കമ്പനിക്ക് വേണ്ടിയിട്ട് ആളുകൾ പറയാം, ഒരെണ്ണം കഴിക്കടാ, ഒന്ന് വീശി എന്ന് പറയുമ്പോ എന്താണ്? കമ്പനിക്ക് വേണ്ടി. 4 പേര് പറഞ്ഞാൽ കേൾക്കുന്നവനാണ് എന്ത് ചെയ്യുന്നത്? ആദ്യം ഇത് കഴിക്കാൻ തുടങ്ങും. അല്ലാത്തവൻ എന്താ ചെയ്യുക? ഞാൻ കഴിക്കില്ല. എന്നാലും കമ്പനിക്ക് വേണ്ടി പറഞ്ഞതാ, നിന്നോടുള്ള പറഞ്ഞ് ഞാൻ കഴിക്കില്ല എന്ന് പിന്നെ അവനോട് ആരും പറയില്ല. അപ്പൊ അങ്ങനെ എന്താണ്, കഠിന ചിത്തന്മാരെ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. ഏത് അഡിക്ഷനിലും അങ്ങനെയാണ്. എന്താണ്, പൊതുവിൽ നല്ല ശീലമുള്ള ആളുകളാണ് എന്തായി പോകുന്നത്? അടിമപ്പെട്ട് പോകുന്നത്. പിന്നെ എന്താണ്? അങ്ങനെ അടിമപ്പെട്ടു പോകുന്ന ആളുകളെ നേർവഴിക്ക് കൊണ്ടുവരുവാനുള്ള മാർഗം എന്താണ്? സൗമ്യമായ പെരുമാറ്റമാണ്. പരുക്കനായി പെരുമാറിട്ട് കാര്യമില്ല, പിന്നെ അവൻ വാശി കൂടുകയുള്ളൂ. ഇവിടെ പറഞ്ഞു അല്ലേ, എന്റെ പത്നി എന്നോട് ദേഷ്യപ്പെട്ടില്ല, അവൾ എന്നെ കളിയാക്കിയില്ല, നാണം കെടുത്തിയില്ല, എന്നെയോ എന്റെ കൂട്ടുകാരെയോ അവൾ എന്ത് ചെയ്തില്ല?
അപമാനിച്ചില്ല, എല്ലാവരോടും അവൾ മംഗളകാരണിയായി പെരുമാറി. അപ്പോഴാണ് തോന്നുന്നത്, ഇത്ര നല്ലൊരു പത്നിയാണല്ലോ ഞാൻ എൻ്റെ ഈ ആസക്തി കൊണ്ട് വിഷമിപ്പിക്കുന്നത് എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഇത്രയും നല്ല പത്നി ആയതുകൊണ്ട്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ ഇതിന്റെ ആസക്തിക്ക് ആർ അടിമപ്പെടുന്നു? എന്താണ് അതിൽ നിന്ന് മാറ്റാനുള്ള മാർഗം? അല്ലേ? ഇയാളുടെ ആ നല്ല ശീലം നമുക്ക് വ്യക്തമാവുന്ന എപ്പോഴാണ്? വീടിന്റെ ഭിത്തി തുറന്ന് കക്കാൻ പോയ ആള് വീടിന്റെ ഭിത്തി തുറന്ന് മറ്റൊരു വീട്ടിൽ കടന്നപ്പോ അവിടെ സ്വസ്ഥമായി കിടന്നുറങ്ങുന്ന ആ കുടുംബത്തെ കണ്ടപ്പോഴാണ്, ഈശ്വര, ഇതുപോലെ സ്വസ്ഥതയ്ക്ക് വേണ്ടിയാണ് ഞാനിപ്പോ ഈ മോഷണം നടത്തുന്നത്. ഫലം എന്താണ്? ഈ കുടുംബത്തിന്റെയും സമാധാനം ഞാൻ നശിപ്പിക്കുകയാണ്. അത് വേണ്ട. അപ്പോ തന്റെ സ്വസ്ഥതയ്ക്ക് വേണ്ടി മറ്റൊരു കുടുംബത്തിന്റെ സ്വസ്ഥത നശിപ്പിക്കാൻ പറ്റില്ലെന്ന് വിചാരിക്കുന്ന ആ മനുഷ്യന്റെ മനസ്സ് വാസ്തവത്തിൽ എത്ര നല്ലതാണ്. അയാൾ എന്തുകൊണ്ടാണ് മോഷണത്തിന് പോയത്? വീട്ടിൽ പോകാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് തെരുവിൽ കിടന്നുറങ്ങി. അവിടെ ഉറങ്ങാനും നിവൃത്തിയില്ല, തീക്കായാനും നിവൃത്തിയില്ല. അപ്പൊ എന്താണ്? അയാൾ മോഷണത്തിന് പോയി. ഒരു തിന്മയിൽ നിന്ന് മറ്റൊരു തിന്മ, അല്ലേ? ഒരു കുറ്റത്തിൽ നിന്ന് മറ്റൊരു കുറ്റം, അതല്ലേ അവിടെ തെളിയുന്നത്? ഒരു എന്താണ്? ദുർമാർഗത്തിൽ പോയി. പിന്നെന്താണ്? അവിടുന്ന് രക്ഷപ്പെടാൻ എന്താണ്? മറ്റൊരു മാർഗമാണ് പിന്നെ അവലംബിക്കുന്നത്. അവിടെ മോഷണം നടത്തിയ പിന്നെ എന്താ ഉണ്ടാവുന്നത്? പിന്നെ അതിന്റെ പേരിൽ പിന്നെ വീണ്ടും കേസായി, പ്രശ്നങ്ങളായി, വീണ്ടും കൂടുതൽ കലുഷമായി തീരുക. അന്തരീക്ഷം മുഴുവൻ കലുഷമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ്, ഒരു തിന്മയിൽ നിന്ന് മറ്റൊരു തിന്മയിലേക്ക് ആൾ എത്തിപ്പെടും എന്ന് പറയുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ ആകെ എന്താണ്? മുഴുവൻ ശരിക്കും മനഃശാസ്ത്രപരമായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോ അങ്ങനെ ഈ പറയുന്ന തത്വങ്ങളെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. തന്നെയുമല്ല, ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? വളരെ അനായാസമായിട്ടൊന്നും ഇത് മാറ്റിക്കളയാൻ പറ്റില്ല. അഡിക്ഷൻ എന്ന് പറയുന്നത് അതാണ്. അയാൾ എന്ത് ചെയ്യാണ്? മാറി നടക്കുന്നുണ്ട്, കൂട്ടുകാരുടെ അടുത്തുനിന്ന് മാറി നടക്കുന്നുണ്ട്. ശരി, അവരുടെ കൂട്ടത്തിൽ ഞാൻ പോണ്ട. അപ്പോഴും എന്താണ്? പിന്നെയും ഈ അക്ഷങ്ങൾ ശക്തമായി അവന് വലിച്ചിടുകയാണ് ചെയ്യുന്നത്. തോട്ടിയാണെന്നാ പറഞ്ഞിട്ടുള്ളത്. തോട്ടി കൊണ്ട് വലിച്ചാൽ ആനയ്ക്ക് പോയേ പറ്റുള്ളൂ, അല്ലേ? ചെവിയിലിട്ട് അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുക തന്നെയാണ്. അതുപോലെയുള്ള തോട്ടികളാണ് ഈ അക്ഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത്ര ശക്തമാണ് ഈ ആസക്തി നമ്മളെ ആകർഷിക്കുന്നത്. വലിച്ച് ഇടുകയാണ് ചെയ്യുന്നത്. ആദ്യം സന്തോഷിപ്പിക്കുകയാണ്, അല്ലേ? ആദ്യം സന്തോഷിപ്പിച്ച് പിന്നെന്ത് ചെയ്യുന്നു? ചുട്ട് പൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ വിധത്തിലുള്ളതായ ഈ അനുഭൂതികൾ, ഈ അനുഭവങ്ങൾ, അപ്പൊ തനിക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവരുടെ അനുഭവവുമായി താരതമ്യം ചെയ്യാൻ അത് ചെയ്യാൻ അയാൾക്ക് തോന്നുന്നത് അയാളുടെ നന്മയാണ്. ഈ കക്കാൻ പോയെടുത്ത് നിന്ന് കക്കാതെ വന്നത് മാത്രമല്ല അയാളുടെ നന്മ, പിന്നെന്താണ്? തന്റെ അവസ്ഥയും മറ്റുള്ളവരുടെ അവസ്ഥയുമായിട്ട് അയാൾ താരതമ്യം ചെയ്ത് നോക്കാനുണ്ട്, അല്ലേ? അല്ലെങ്കിൽ എന്താണ്? കുറ്റം പറഞ്ഞുകൊണ്ട് അങ്ങനെ നടക്കും. അങ്ങനെയാണല്ലോ? അങ്ങനെയല്ല. അങ്ങനെയാണോ എല്ലാ ചൂതാട്ടക്കാരോടും അവന്റെ അമ്മയും അമ്മായിയമ്മയും പെരുമാറുന്നത് പോലെയാണോ തന്നോട് തന്റെ ഭാര്യയും അമ്മായിയമ്മയും ഒക്കെ പെരുമാറുന്നത്? അല്ല, തീർച്ചയായും വ്യത്യസ്തമായിട്ടാണ് തന്റെ അവസ്ഥ. അപ്പോ തനിക്ക് എന്നിട്ടും തന്നെ പരിഗണിക്കാൻ ആളുകളുണ്ട്, തന്നെ സ്നേഹിക്കുന്നവരുണ്ട്. അവരെ താൻ ഉപദ്രവിക്കുന്നത് ശരിയല്ല എന്നുള്ള ബോധ്യമാണ് അയാളെ ആ തിന്മയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നത്. അപ്പോൾ ഈ വിധത്തിൽ നാം നോക്കുമ്പോൾ വളരെ മനഃശാസ്ത്രപരമായിട്ട്, അല്ലെ? എനിക്ക് തോന്നുന്നത് ഈ കാലത്തും ഇത് പ്രസക്തമല്ലേ? പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇന്ന് എന്താണ്? ഇന്ന് ഈ ചീട്ടുകളി, അല്ലെങ്കിൽ ചൂതാട്ടം, അല്ലെങ്കിൽ കള്ളുകുടി മാത്രമല്ല, ഓരോ വിധത്തിലുമുള്ള ആസക്തി നമ്മളെ കൂടുതൽ കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് കുട്ടികൾ. പഠിക്കാൻ നേരമില്ല കുട്ടികൾക്ക്, കളിക്കാൻ നേരമില്ല. എപ്പോഴും എന്താണ്? ശാരീരികമായ വ്യായാമം ഉണ്ടാക്കുന്ന കളികളിൽ വ്യാപൃതരാകാൻ കുട്ടികൾക്ക് പറ്റുന്നില്ല. ചെറുപ്പം മുതലേ കുട്ടികൾ എന്ത് ചെയ്യാണ്? കുട്ടികൾ ഈ മൊബൈൽ ഫോണും കൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്, ഓടിക്കളിക്കുന്നില്ല. ഫലം എന്താണ്? കുട്ടികളുടെ ശരീരം അങ്ങനെ ചീർത്ത് വരികയാണ്. 10-12 വയസ്സായ ഒരു പെൺകുട്ടിയുടെ ശരീരവും ആൺകുട്ടിയുടെ ശരീരവും തമ്മിൽ വ്യത്യാസമില്ലാത്ത പോലെയാണ് ഇപ്പൊ കണ്ടാല്. രണ്ട് ശരീരവും ഒരുപോലെ ഇരിക്കുന്നു. എന്താണിത്? എത്ര വലിയ വിപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. കുട്ടികൾ സ്വയം ബോധിക്കുക. ഈ അഡിക്ഷൻ, ഈ ആസക്തി നമ്മളെ വലിയ നാശത്തിലേക്ക് എത്തിക്കും. അതുകൊണ്ട് നിയന്ത്രണത്തിന്
വിധേയരാകുക. അമ്മയും അച്ഛനും പറയുന്നതിനെ കേൾക്കുക, അധ്യാപകർ പറയുന്നതിനെ കേൾക്കുക. അതിനേക്കാൾ ഉപരി കുട്ടികളെ നിയന്ത്രിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടാകട്ടെ. കുട്ടികളെ നിയന്ത്രിക്കാനുള്ള യോഗ്യത നമുക്കുണ്ടാകുന്നത് എപ്പോഴാണ്? നമ്മൾ അപ്രകാരം അടിമകളല്ലാതിരിക്കുമ്പോഴാണ്. നമ്മളെ ആസക്തി വലയിലാക്കിയിട്ടില്ലെങ്കിലേ നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാൻ കഴിയുകയുള്ളൂ. അപ്പൊ അതും കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. കുട്ടികളുടെ മനസ്സിലും മുതിർന്നവരുടെ മനസ്സിലും എല്ലാവരുടെ മനസ്സിലും ആസക്തി എന്നത് അത്യന്തം വിനാശകമായ ഒരു ആപത്താണ്, വിപത്താണ്, ഒരു സാമൂഹ്യ തിന്മയാണ് എന്നുള്ള ബോധ്യം നമ്മളിൽ ഉണ്ടാകട്ടെ. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള ഈ പാഠം എല്ലാ കാലത്തെയുംക്കാൾ കൂടുതൽ പ്രസക്തമായി ഇന്ന് വിരാജിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ശ്രമിച്ച എല്ലാവർക്കും കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.